നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പുതിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. കൊലപാതകം, മോഷണം, ബലാത്സംഗം, മനുഷ്യകുലത്തിന്റെ തുടക്കം മുതലേ ഇവയെല്ലാം ഉണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ എല്ലാ സമൂഹത്തിന്റെയും ഭാഗമാണ്, നമ്മുടെ നാട്ടിലുമുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്. അതും ഈയിടെയായി ദിവസവും കേൾക്കുന്നത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് തലശ്ശേരിയിലെ 2 സ്കൂളുകൾ തമ്മിലുള്ള ഭിന്നത. അതിന്റെ ഭാഗമായി ഒരു കൂട്ടത്തല്ല്. അതിൽ ഷഹബാസ് എന്ന പേരുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവനെ മർദ്ദിച്ചു കൊല്ലുകയും ചെയ്തു. കൊന്നത് മറ്റാരുമല്ല, സഹപാഠികൾ തന്നെ. കേരളക്കര മുഴുവനും നടുങ്ങിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ കൊലപാതകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. കോഴിക്കോട് താമരശ്ശേരി പാലൂർക്കുന്ന് ഇക്ബാൽ റംസീന ദമ്പതിമാരുടെ മകൻ MG ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷഹബാസ്. വാടക വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത്. വാടക വീട്ടിൽ നിന്നും പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറാൻ അവർ ഒരുങ്ങുകയായിരുന്നു. 3 കുഞ്ഞനുജന്മാരായിരുന്നു ഷഹബാസിനുള്ളത്. കഴിഞ്ഞ മാസം 23-ാം തീയതി ഞായറാഴ്ച പരീക്ഷാകാലത്തോടനുബന്ധിച്ച് ഇത്രയും നാൾ തങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികൾക്ക് അവിടെയുള്ള അധ്യാപകർ ഒരു സെൻഡ് ഓഫ് ഒരുക്കി. അധ്യാപകർ സമ്മാനിച്ച സന്തോഷം ഒടുക്കം ഒരു പ്രശ്നത്തിൽ അവസാനിക്കുമെന്ന് ആരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ട്രീസ് എന്ന ട്യൂഷൻ സ്ഥാപനത്തിൽ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെൻഡ് ഓഫിനോടനുബന്ധിച്ച് ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. ഈ വഴക്കിന്റെ എല്ലാം തുടക്കവും അതുതന്നെയായിരുന്നു. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും MG സ്കൂളുമായിരുന്നു ആ 2 സ്കൂളുകൾ. MG സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കളിച്ചിരുന്ന നൃത്ത പരിപാടിയിൽ ഈ മൊബൈൽ ഫോണും ബ്ലൂടൂത്തും തമ്മിലുള്ള കണക്ഷൻ കട്ടാകുന്നു. ഇതോടെ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിക്കുകയും കളിയാക്കാനും തുടങ്ങി. ഇതോടെ സംഘർഷത്തിന്റെ എല്ലാം തുടക്കമായി. എന്നാൽ തുടങ്ങിവെച്ച സംഘർഷം അധ്യാപകർ ചേർന്ന് പരിഹരിച്ചു, ഒരു രമ്യതയിലാക്കിയിരുന്നു. പിന്നീട് അധ്യാപകരുടെ നിയന്ത്രണത്തിൽ തന്നെ 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ വെവ്വേറെ 2 സ്കൂളുകളുടേതുമായി ക്രിയേറ്റ് ചെയ്തു. അധ്യാപകർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചുവെങ്കിലും അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല. അവിടെ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഈ കുട്ടികൾ നിബന്ധനകളോടുകൂടി സംസാരിക്കുകയും അധ്യാപകരെ ഒഴിവാക്കി മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റഗ്രാമും ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നീട് തുടർന്ന ആ ഗ്രൂപ്പുകളിൽ കൊലവിളിയുടെ വൻ ചർച്ചകൾ തന്നെ തുടങ്ങി. ഇൻസ്റ്റയിലൂടെ അവർ ആളുകളെ കൂട്ടാൻ തുടങ്ങി. അതിൽ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം: ഞാൻ അവനെ കൊല്ലും, ഷഹബാസിനെ കൊല്ലും, കൊന്നിരിക്കും, ഒന്നും സംഭവിക്കില്ല, ഒരു കേസും ഉണ്ടാകില്ല, കൂട്ടത്തല്ലല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല, നാഫിനല്ല വെച്ചത്. 2 ദിവസം കേട്ടാ. എന്നിട്ട് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ട്യൂഷൻ സെന്ററിന് സമീപം എല്ലാവരെയും എത്താനും ആവശ്യപ്പെട്ടു. എന്നാൽ മുഹമ്മദ് ഷഹബാസ് ആ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവിടെ എത്തുകയായിരുന്നു. വൈകുന്നേരം സഹോദരങ്ങൾക്ക് ചായയ്ക്ക് പലഹാരം വാങ്ങാൻ ഇറങ്ങിയ ഷഹബാസ് പിന്നെ തിരികെ വീട്ടിൽ വന്നില്ല. പിന്നീട് കൊടിയ മർദ്ദനമായിരുന്നു സംഭവിക്കാൻ തുടങ്ങിയത്. 3 ഇടങ്ങളിൽ വെച്ചാണ് അവന് മർദ്ദനമേറ്റത്. നെഞ്ചക്ക് പോലുള്ള മാരക ആയുധം ആ സംഘർഷത്തിൽ ഉപയോഗിച്ചതായി പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തി. അന്ന് വൈകുന്നേരം 6:45 ഷഹബാസിനെ കൂട്ടുകാർ തന്നെയാണ് അവന്റെ വാടക വീടിന് മുൻപിൽ ഇറക്കി വിട്ടത്. പിന്നീട് ഷഹബാസ് പതിയെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. പ്രത്യക്ഷത്തിൽ അവന്റെ ശരീരത്തിൽ യാതൊരു മുറിവുകളും ഉണ്ടായിരുന്നില്ല. പിന്നാലെ അവൻ അവശനായി. തല പെരുകുന്നുണ്ട്, ഒന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചു. കൈ തലയ്ക്ക് പിടിച്ച് അവൻ വീടിന്റെ തിണ്ണയിൽ കിടന്നു. തല വല്ലാതെ പെരുക്കുന്നുണ്ടുമ്മ. ഇതായിരുന്നു ഷഹബാസ് അവസാനമായി അവന്റെ ഉമ്മയോട് പറഞ്ഞത്. പിന്നീട് അവന് ബോധം പോവുകയും ഛർദ്ദിക്കുകയും ചെയ്തു. അവൻ പിന്നീട് ഉമ്മ എന്ന് വിളിച്ചിട്ടേയില്ല. പിന്നീട് കുറച്ചു കഴിഞ്ഞ് അവനെ ഒന്ന് വിളിച്ചു നോക്കി. അവൻ അനങ്ങുന്നില്ല. എന്ത് പറ്റിയെന്നൊന്നും മനസ്സിലായില്ല. അവന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ തല്ല് കിട്ടിയെന്ന് വളരെ തമാശ രൂപേണ അവർ പറഞ്ഞു. എന്നാൽ എത്ര വിളിച്ചിട്ടും അവൻ പിന്നീട് എഴുന്നേറ്റില്ല.
ഭയന്നുപോയ വീട്ടുകാർ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ സ്ഥിതി വളരെ വഷളായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവനെ മാറ്റി. മെഡിക്കൽ കോളേജിൽ എത്തിച്ചതു മുതൽ അവൻ വെന്റിലേറ്ററിലായിരുന്നു. 70% തലച്ചോറിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രതീക്ഷയില്ല എന്ന് ഡോക്ടർ ആ കുടുംബത്തെ അറിയിച്ചു. വേദന എന്ന് പറയട്ടെ, 1-ാം തീയതി പുലർച്ചെ 12:30 അവൻ മരണത്തിന് കീഴടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു അറിയാൻ സാധിച്ചത്. മാതാപിതാക്കൾക്ക് വല്ലാത്ത വേദന നൽകിയതും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. മാരകമായ ആയുധം ഉപയോഗിച്ചതിൽ തലയ്ക്ക് സാരമായ ക്ഷതമേറ്റിട്ടുണ്ട്. ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നു. കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു സംഭവിച്ചത്. വലത് ചെവിയുടെ താഴെയും തലയോട്ടി മുഴുവനായും തകർന്നിട്ടുണ്ട്. കണ്ണിനും മർദ്ദനമേറ്റ അടയാളമുണ്ട്. മൂക്കിനും ഇടതുവശത്തെ കണ്ണിന് താഴെയും ആഴത്തിലുള്ള മുറിവുണ്ട്. നെഞ്ചിലേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. ഇതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷഹബാസിന്റെ മൃതദേഹം അവന്റെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ തറവാട് വീടിനോട് ചേർന്ന് അവന്റെ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു, പണി തീരാത്ത ഒരു വീട്. ആ വീട്ടിൽ താമസിക്കണമെന്നുള്ളത് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ തറവാട് വീട്ടിലേക്ക് എത്തിയവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു. ആ കാഴ്ച കണ്ട് കേരളം തന്നെ ഒന്ന് വിതുമ്പി. പിന്നീട് തൊട്ടടുത്തുള്ള കിടവൂർ മദ്രസയിൽ പൊതുദർശനം. അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് ആയിരങ്ങളായിരുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും നിന്നു. മദ്രസയിലെത്തിയ അവന്റെ പ്രിയപ്പെട്ട അധ്യാപകർ, കൂട്ടുകാർ, ഇവരെല്ലാവരും വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. 3 കുഞ്ഞനുജന്മാരാണ് ഷഹബാസിനുള്ളത്. നേരെ ഇളയവനായ 2-ാം ക്ലാസ് വിദ്യാർത്ഥി ഷമ്മാസിന് എപ്പോഴും ഷഹബാസിന് വേണമായിരുന്നു. അവനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നായിരുന്നു ബന്ധുക്കളുടെ എല്ലാം ആശങ്ക. അടിപിടിക്കൊന്നും നിൽക്കാതെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന കുട്ടിയായിരുന്നു ഷഹബാസ്. കൂട്ടുകാർക്ക് പറയാനുള്ളതും മറ്റൊന്നുമല്ല. ഖബർസ്ഥാനത്തേക്ക് അവന്റെ മൃതദേഹം എടുത്തു. അവിടെയും കണ്ടത് കരഞ്ഞു കലങ്ങിയ കുറെ കണ്ണുകൾ മാത്രം. മകന്റെ വിയോഗം സഹിക്കാനാകാതെ അവന്റെ അമ്മ കുഴഞ്ഞു വീണു. ഷഹബാസിന്റെ വിയോഗം ആ നാടിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബ അംഗങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആ വീടിന് ചുറ്റുമുണ്ടായിരുന്നവർക്കെല്ലാം പറയാനുള്ളത് നല്ലത് മാത്രം. നല്ല കുട്ടി, പഠിക്കാൻ മിടുക്കൻ, സഹായി. അങ്ങനെ എല്ലാവരും നിറ കണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു. ഇതിനിടയിൽ ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയായിരുന്നു മർദ്ദിച്ചത് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ. ഈ ഒരു സംഭവത്തിൽ പ്രതികളായ പ്രായപൂർത്തിയാകാത്ത 5 പേരെയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. പിന്നീട് പോലീസിന്റെ നടപടിയിൽ അവരുടെ വീടുകൾ പരിശോധിച്ചു. അതിൽ നഞ്ചക് എന്ന ആയുധം ഒരാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ അവർ യൂട്യൂബിലെ പല വീഡിയോസ് കണ്ടിരുന്നു. മാത്രമല്ല, ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ച ആരോപണം ഈ സംഘർഷത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടോ എന്നായിരുന്നു. ഇത് ശരിവയ്ക്കുന്ന തെളിവുകളായിരുന്നു പിന്നീടും ലഭിച്ചത്. TP വധക്കേസ് പ്രതി TK രജീഷുമായി ഒത്തുനിൽക്കുന്ന ഒരു ചിത്രം. പ്രതി ചേർക്കപ്പെട്ട പ്രതികളിൽ ഒരാളുടെ പിതാവായിരുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പ്രതി ചേർക്കപ്പെട്ട 5 കുട്ടികളെയും പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് ഷഹബാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. പിടികൂടിയ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിപ്പിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു. ഈ പരീക്ഷ അവരെ എഴുതിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് പല ഭാഗത്തു നിന്നും പലരും ആവശ്യം ഉന്നയിച്ചു. അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇവരെ പോലെ 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടവനായിരുന്നു ഷഹബാസും. എന്നിട്ട് എന്ത് പറ്റി? കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാനായി പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന് മനസ്സിലാക്കിയ അവർ അവസാന നിമിഷം തീരുമാനം മാറ്റി. പ്രതികളായ വിദ്യാർത്ഥികളെ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ വച്ച് SSLC പരീക്ഷ എഴുതിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരക്കടലാസുമായി മടങ്ങിയതിനു ശേഷം പ്രതികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. 10ാം ക്ലാസ്സിൽ എക്സാം സമയത്ത് കോപ്പി അടിച്ച കുട്ടികളെ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത്, അങ്ങനെയുള്ള ഒരു നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതിപ്പിക്കുന്ന ഒരു കാലം. അപ്പോൾ ഇതൊക്കെ അവർക്കൊന്നുകൂടെ പ്രചോദനം കൊടുക്കുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം തുടരാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. കാരണം ഭരണഘടന ഏതൊരു പൗരനും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്നുണ്ട്. പക്ഷേ ഈ വർഷം അവർ പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ള
ഒരു തീരുമാനം അവർക്ക് എടുക്കാമായിരുന്നു. ആ ഒരു രീതി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കുട്ടികൾക്ക് തന്നെ ഒരു ബോധമുണ്ടാകും. പക്ഷേ അവിടെയും നിയമം അവർക്ക് അനുകൂലമായി തന്നെ മാറി. ഇവരെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നതല്ല, ഉള്ളിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ്. ഒരുപക്ഷെ ഞാനീ പറഞ്ഞ അഭിപ്രായം പലർക്കും ഉണ്ടാകാം, ഇതിന് എതിരഭിപ്രായവും ഉണ്ടാകാം. ഒരുപക്ഷെ പലരുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്നേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഫോൺ സന്ദേശം അയച്ച് തല്ലിക്കൊല്ലുന്ന മാനസികാവസ്ഥയിൽ കേവലം 15 വയസ്സിലുള്ളവർ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല വിദ്യാഭ്യാസ സംഘടനകളും മുന്നോട്ട് വന്നിരുന്നു. പരീക്ഷാ ദിവസം വൻ സുരക്ഷ ജുവനൈൽ ഹോമിന് മുൻപിൽ പോലീസ് ഏർപ്പാടാക്കി. പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ എത്തി. വൻ പ്രതിഷേധമായിരുന്നു പിന്നീട് അവിടെ അരങ്ങേറിയത്. അതേസമയം ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ 5 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. അതും 6 അടി മണ്ണിൽ ഷഹബാസ് ഉറങ്ങുമ്പോൾ. ഇവർ അവിടെ സുഖമായി പരീക്ഷ എഴുതി. നിയമം അത് ആ കുട്ടികൾക്ക് നന്നായി തന്നെ അറിയാം. ആ കുട്ടികൾ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, നമുക്ക് ആരെയും കൊല്ലാം, നമുക്ക് കഞ്ചാവ് വലിക്കാം, നമുക്ക് NDMA എടുക്കാം, ഒന്നും സംഭവിക്കില്ല, നിയമം നമുക്ക് അനുകൂലമാണ് എന്ന് കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സംശയവും വേണ്ട. ഈ കൊലപാതകം നടത്തിയ കുട്ടികൾ, ഈ കരുണയില്ലാത്ത ചെയ്ത കുട്ടികൾ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ, കൊന്നവർ, ഇവരെല്ലാം ലഹരിക്ക് അടിമയായിരിക്കാം. നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, കൗമാക്കാരുമൊക്കെ ലഹരിക്ക് അടിമയാണ്. ഇതൊന്നും ലഭ്യമല്ലാത്ത ഒരിടം പോലും ഇല്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? നോക്കുക, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊരാളുടെ ഉടുപ്പ് പിടിച്ചു വലിക്കാൻ പോലും ഭയമായിരുന്നു. അങ്ങനെ പറ്റുമായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കാൻ പോലും സാധിക്കുന്നില്ല. വരും തലമുറയുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടികളൊക്കെ കഞ്ചാവ് വലിക്കുന്നതും ലഹരിക്ക് അടിമയാകുന്നതും പെൺകുട്ടികളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട് നൃത്തം ചെയ്യുന്നതും ഒക്കെ ലഹരിയാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സിനിമയും സോഷ്യൽ മീഡിയയും എല്ലാം നമ്മുടെ കുട്ടികളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞ മന്ത്രിക്ക് നമ്മുടെ രാജ്യത്ത് വളരെ സുലഭമായി ലഭിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന്, NDMA ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനോ അതിനെ തടയാനോ സാധിക്കുന്നില്ല. ഇനി അവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. അതുകൊണ്ടാണ് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഹീനകൃത്യങ്ങൾ കുട്ടികൾ പോലും ചെയ്യുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് പരിഹാരമുള്ളത്? ഒന്നിനും യാതൊരു പിടിയും കിട്ടുന്നില്ല. ഈ നാട്ടിൽ ഇനി എന്തും സംഭവിക്കാം. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ദുഷ്ടനായ ഒരു ഭരണാധികാരിയുടെ പ്രതിഫലനം തന്നെയാണ് ഇത് എന്ന് ഒരു കൂട്ടർ പറയുന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു തെറ്റായ ഇൻഫ്ലുവൻസ് ആണ് ഇത് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ഇങ്ങനെയൊന്നുമല്ല, ശരിയായ നിയമമില്ലാത്തതാണ് കാരണമെന്ന് മറ്റു ചിലർ പറയുന്നു. എങ്ങനെയായാലും ഈ നാട് മൊത്തത്തിൽ മുടിഞ്ഞിരിക്കുകയാണ്, നരകമായി മാറിയിട്ടുണ്ട്. ഇവിടെ നല്ലതൊന്നും കാണാനേ ഇല്ല, ക്രിമിനൽ പ്രവർത്തികൾ മാത്രം. ഇവിടെയുള്ളത് മുഴുവനും ഈ കൊലപാതകങ്ങളും ഹീനകൃത്യങ്ങളും ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ഈ കൂത്താട്ടവുമൊക്കെയാണ്. ഇതുപോലെ നശിച്ചില്ലാതായി പോയ ഒരു നാട് ലോകത്ത് വേറൊരിടത്തും കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇനി കേരളത്തിൽ വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പോക്ക്. പരസ്പരം തോളോട് തോൾ ചേർത്ത് കൈപിടിച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങൾ തന്നെ, വിദ്യാർത്ഥികൾ, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ശ്രദ്ധിക്കുക. മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.